സുഹൃത്തുക്കളെ നമസ്കാരം. അപ്പോൾ ഇന്ന് വീഡിയോ ഇടുന്ന ഇച്ചിരി ലേറ്റായിട്ടാണ്. ലേറ്റായില്ലേ, പക്ഷേ ഞാൻ സാധാരണ ഇടുന്ന സ്ഥലത്തൊന്നുമല്ല. പക്ഷേ വീഡിയോ ഇടാനായിട്ട് ഒരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗണേഷ് കുമാറിൻ്റെ ഭാര്യ, ഗണേഷ് കുമാറിൻ്റെ നേരത്തെ ഭാര്യ യാമിനി തങ്കച്ചിയൊക്കെ ഔട്ടായി. അത് കഴിഞ്ഞിട്ട് പിന്നെയും പുള്ളി വിവാഹം കഴിച്ചത് പ്രഗത്ഭയായിട്ടുള്ള നമ്മുടെ ശ്രീലേഖയുടെ ഒരു ബന്ധുവിനെയാണ്. അപ്പോൾ അവരും പോയിട്ട് ഇയാളെ ഒരു അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ പിടികൂടി. പുള്ളിക്കാരൻ എന്നിട്ട് വളരെ നിറഞ്ഞ് നാണമില്ലാത്തവൻ്റെ എന്ന് പറയാമല്ലോ. പ്രണയം എന്ന് പറഞ്ഞാൽ ഞാൻ ഒത്തിരി പേരെ പ്രണയിക്കും. മാധവിക്കുട്ടി പ്രണയിച്ചോട്ടില്ലയോ, നെഹ്റു പ്രണയിച്ചോട്ടില്ലയോ, രാജീവ് ഗാന്ധി പ്രണയിച്ചില്ലയോ കെട്ടി. ഇയാൾ പ്രണയിച്ച് കെട്ടിയാൽ പോട്ട്, ഇയാൾ പ്രണയിക്കുന്നത് പോട്ട്, ഈ പ്രണയിച്ചിട്ട് അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്നതാണോ പ്രണയം? ഇവനിതറിയത്തില്ലയോ? ഇത്രയും ഒരു വിവരമില്ലാത്തതെന്നല്ല, ഒരു വളരെ നികൃഷ്ടനായിട്ടുള്ള ഒരു മന്ത്രി കേരളത്തിലിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ്. ഈ പിണറായി വിജയന് ഇത്രയും വലിയ ഇതൊന്നുമില്ല, പുള്ളിക്കാരന് സാമ്പത്തിക തട്ടിപ്പൊക്കെ ഉള്ളൂ. ഇയാളെ മന്ത്രിസഭയിൽ ഇരുത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ മോശമാണ്. ഇയാളെ എത്ര എളുപ്പം ഈ മന്ത്രിസഭയിൽ നിന്ന് മാറ്റണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം, സാധാരണക്കാരുടെ എല്ലാ അഭിപ്രായം. അയാളുടെ ഭാര്യ തന്നെ ഇപ്പോൾ വന്നിട്ട് പറയുന്നത് അവിഹിതം. അപ്പോൾ അയാൾ വന്നിട്ട് ഞെളിഞ്ഞ് എന്ന് പറയുകയാണ്, എനിക്ക് ഒത്തിരി പ്രണയമുണ്ട്, ഞാൻ പ്രണയിക്കും. ഇതൊക്കെ പ്രണയിച്ചോട്ട്, അവിഹിത ബന്ധം പ്രണയമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട്. അത് അവയൊക്കെ തിരിച്ചറിയാനുള്ള കഴിവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാടിൻ്റെ ഒരവസ്ഥ നോക്കിക്കണം. അയാളൊക്കെയാണ് നമ്മളെ ഭരിക്കുന്നത്. ഓക്കെ, ഗുഡ് നൈറ്റ്, ജയ് ഹിന്ദ്.